കമ്മിങ് ബാക്ക് ടു ഇംഗ്ലണ്ട് സൈഡ്, നമ്മൾ ഇംഗ്ലണ്ടിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഫിൽ സോൾട്ട് ജോസ് ബട്ട്ലർ എന്ന് പറയുന്ന ആ ഒരു ഡെഡ്ലി കോമ്പിനേഷൻ ഇംഗ്ലണ്ട് ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ച് വന്നിരുന്നൊരു കോമ്പിനേഷൻ. പക്ഷെ അത് തിളങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവർക്ക് വലിയ നിരാശയാണ്. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബട്ട്ലറിന് ഏത് മത്സരത്തിൽ വേണം തിളങ്ങാം, ബിഗ് മാച്ച് പ്ലെയറാണ്. അങ്ങനെ ഒരു സെമി ഫൈനൽ സ്റ്റേജിൽ ഇംഗ്ലണ്ടിനെ തോളിലേറ്റാൻ ബട്ട്ലർ ചിലപ്പോൾ വിചാരിച്ചാൽ നടന്നാലും വലിയ അത്ഭുതമൊന്നുമില്ല. ഇംഗ്ലണ്ട് ബോളിംഗ് സൈഡിലേക്ക് വരുമ്പോഴേക്കും വരുന്ന പ്ലെയേഴ്സ് ഇപ്പോൾ നമ്മൾ ലെഡ് ബൈ ആർച്ചർ എന്ന് പറഞ്ഞാൽ പോലും ഇവിടെ വിൽ ജാക്സ് വന്ന് എറിയും, സാം കറൺ വരാൻ സാധ്യതയുണ്ട്, വുഡ് വരാൻ സാധ്യതയുണ്ട്. ഒരു ഗംഭീര ബോളിംഗ് സൈഡാണ് നമുക്കൊരു വുഡ്. പക്ഷേ ഞാൻ പറഞ്ഞത് വുഡിനൊക്കെ നമ്മൾ കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ക്രൂഷ്യൽ പ്ലെയർ ഞാൻ ഈ പറഞ്ഞ ആദിൽ റഷീദ് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഏത് പിച്ചിലും നന്നായി എറിയുന്ന, ഏത് പിച്ചിലും ബോൾ തിരിക്കുന്നൊരു ബോളറാണ്. നന്നായി എറിയും. പ്രത്യേകിച്ച് 2020-ലൊക്കെ റഷീദിനെ കളിക്കാൻ തന്നെ വലിയ പാടാണ്. ആദിൽ റഷീദ് നമ്മൾ ഈ ഇംഗ്ലണ്ടുകാർ ഇപ്പോഴും പറയുന്നുണ്ട്, അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട് ഇംഗ്ലണ്ടിന് സ്പിൻ അറ്റാക്ക് ഇന്ത്യയുടെ സ്പിൻ അറ്റാക്കിനെക്കാളും ബെറ്ററാണ് എന്ന് ഇംഗ്ലണ്ടിന് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അത് ശരിയാണെന്ന് മനസ്സിലാവും അല്ലേ? കാരണം ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും നന്നായിട്ട് എറിഞ്ഞ ബൗളർമാരിൽ ഒന്ന് വിൽ ജാക്സാണ്. ഈ പറഞ്ഞാൽ വരുൺ ചക്രവർത്തി ഒരു 10 റണ്ണ് വിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വിൽ ജാക്സ് വന്ന് 4 കളിയിൽ മാൻ ഓഫ് ദി മാച്ച് മേടിച്ചാണ് പോകണം ബൗളിങ്ങിനെ കൊണ്ട് പറ്റി. പിന്നെ ആദിൽ റഷീദ്, ഈ 2 സ്പിന്നർമാരുണ്ട്. ഇപ്പം കഴിഞ്ഞ കളിയിൽ ഇറങ്ങിയ നമ്മളെ ഒരു കളിക്കാരനുണ്ട്, ആ പുള്ളി ഇന്ന് അല്ലേ, റഹാൻ അഹമ്മദ് ബാറ്റിംഗിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. അത് ഭയങ്കര കോൺട്രിബ്യൂഷൻ. പക്ഷേ റഹാനെ മാറ്റാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളതെന്നാണ്. അല്ല, റിക്കൾട്ടൺ റഹാൻ അഹമ്മദിന് പകരമായിട്ട് ഓവർട്ടനെ കൊണ്ടുവരും. ഓവർട്ടനെ കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ അങ്ങനെ ഒരു പ്ലേസിനുള്ള ഒരു ഇംഗ്ലണ്ട് സാധ്യതയാണ് കാണുന്നത്. എന്തായാലും ടീമിന് മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഇംഗ്ലണ്ടിൻ്റെ സൈഡിൽ അവർ അൺചേഞ്ച്ഡ് ആയിരിക്കില്ല, ടീമിന് മാറ്റം ഉണ്ടാവും എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇപ്പം മുംബൈ സ്റ്റേഡിയത്തിൽ ഇപ്പം വാങ്കഡെ സ്റ്റേഡിയമാണ്, അതായത് എന്താ പറയുക, ഇന്ത്യയുടെ ഓമന ഗ്രൗണ്ടാണ്. ആ ഒരു ഇന്ത്യയുടെ ഓമന ഗ്രൗണ്ട് 2011 വാങ്കഡയിൽ മറ്റേ ധോണി കപ്പ് ഉയർത്തുമ്പം നമ്മളിങ്ങനെ കണ്ടതാണ്. അത് മാത്രമല്ല, ഇതിപ്പോൾ ഈ ഇംഗ്ലണ്ട് ഇന്ത്യ T20 പോരാട്ടം 2 കളി ഓരോരുത്തരിങ്ങനെ ജയിച്ച് നിൽക്കുന്നൊരു ഒരു സംഭവമുണ്ട്. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് മറ്റേ ഫൈനൽ ജയിച്ച് ചെല്ലുന്ന അഹമ്മദാബാദിലോട്ടല്ലേ, അവിടെ അല്ലേ ഫൈനൽ. അഹമ്മദാബാദ് നമുക്ക് ഒട്ടും രാശിയില്ലാത്ത തരുന്ന ഒരു ഗ്രൗണ്ടല്ല. സംഭവം ഏറ്റവും വലിയ ക്രിക്കറ്റ് ഗ്രൗണ്ടൊക്കെ ആണെങ്കിലും ഫൈനൽ കളിക്കാൻ നേരത്ത് നമ്മൾ അവിടെ നിന്ന്, പക്ഷേ എൻ്റെ ഒരു കണക്കൂട്ടിന് വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മളൊന്നും കടന്നു കൂടുന്നതാണ്. പക്ഷേ ഇന്നലത്തെ പോലെ ഒരു ഏകപക്ഷീയമായ മത്സരമാണെങ്കിൽ ഒരു സുഖമില്ല, ഒരു ആവേശകരമായ മത്സരം വരണം. ഇന്നലെ സൗത്ത് ആഫ്രിക്കയിലേക്ക് നിലംപരിശാക്കി ഇന്നത്തെ വേറൊന്നും പറയാനില്ല. ഹൈലൈറ്റ്സ് കാണുമല്ലായിരുന്നു ന്യൂസിലൻഡിന്റെ കളി കണ്ടുകൊണ്ടിരുന്നത്. ന്യൂസിലൻഡൊക്കെ ഇങ്ങനെ കളിക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ എന്തൊരടിയാണ് എഴുതി തള്ളിയ ടീമാന്നേ. ന്യൂസിലൻഡ് സൗത്ത് ആഫ്രിക്ക സെമി, സൗത്ത് ആഫ്രിക്ക അതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല എന്ന് പറഞ്ഞെടുത്തതെന്നാണ്. 14 ഓവറിൽ കളി തീർത്ത് വിട്ട് ചെറിയ പരിപാടിയല്ല അത് ഇന്നലത്തെ മത്സരം. പക്ഷേ ഇന്ന് ഇപ്പം ഇന്ത്യൻ സൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പം നമ്മൾ വരുത്തിയൊരു അബദ്ധം വാഷിംഗ്ടൺ സുന്ദർ, നമ്മൾക്ക് അല്ലെങ്കിൽ ഈ ടൂർണമെൻറ്റിലുണ്ടായ അബദ്ധം അക്സർ പട്ടേലെ മാറ്റി വാഷിംഗ്ടൺ സുന്ദറിനെ കൊണ്ടുവന്ന ഒരു ചേഞ്ചാണ്. വാഷിംഗ്ടണിന് തിളങ്ങാൻ സാധിച്ചില്ല. അതോടെ പിന്നെ റിങ്കു സിംഗ് എന്ന് പറഞ്ഞൊരു ഫിനിഷറിൻ്റെ ആവശ്യമുണ്ട്. റിങ്കു ഗംഭീരമായിട്ട് ഫീൽഡ് ചെയ്തു, എന്നെ തർക്കമൊന്നുമില്ല, ഫീൽഡിങ്ങിൽ ഗംഭീരമായിരുന്നു. പക്ഷേ അത്രയും ഡെപ്തിലോട്ട് ബാറ്റിംഗ് പോണില്ല. റിങ്കു കളിക്കുകയാണെങ്കിൽ ഇതിന് 3 പന്ത് 5 പന്തിൻ്റെയൊക്കെ ആവശ്യമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സ്ലോട്ട് പകരം കൊണ്ടുവരുന്നു. ഞാൻ പറയുന്നത് ഇത്രയും ചേഞ്ചസ് അനിവാര്യമായി വന്നിരുന്നു. നെതർലാൻഡ്സ് വരെ ഇന്ത്യക്ക് ഒന്ന് സെറ്റ് ആവാൻ. ഇതിനകത്ത് എൻ്റെ ഒരു പ്രതീക്ഷ പറയുന്നത് ഇന്ത്യൻ ടീം ഇപ്പോൾ സെറ്റാണ്. അതായത് ഈ 11 മാറ്റാതെ നമ്മൾ ഇതുവരെ കഴിഞ്ഞ വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിച്ച അതേ 11 ഇറക്കി ഇന്ന് കളിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. വേറെ മാറ്റാൻ ഈ പറഞ്ഞ കുൽദീപിനെ കൊണ്ടുവരണമെങ്കിൽ അവിടെ അക്ഷറിനെ വലിയ, പക്ഷേ അക്ഷറിനെ മാറ്റിയാൽ അവിടെ ഒരു ബാറ്റ്സ്മാനെ നമുക്ക് നഷ്ടപ്പെടും, ഒരു റിലയബിൾ ബാറ്റ്സ്മാനെ നഷ്ടപ്പെടും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എൻ്റെ ഇതിനകത്ത് ഞാൻ കാണുന്നൊരു സാധനം ഈ 165 എന്നൊരു 160-165 റേഞ്ചിനകത്ത് അപ്പുറത്തോട്ട് ഇംഗ്ലണ്ട് ഈ വേൾഡ് കപ്പിൽ ഇതുവരെ പോയിട്ടില്ല. ഈവൻ അവർ ഫസ്റ്റ് ബാറ്റ് ചെയ്യുമ്പോൾ പോലും ഇതുവരെ ആ ഒരു സ്കോറിനപ്പുറത്തേക്ക് പോയി ഇംഗ്ലണ്ടിന് പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ കാര്യമായി ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് നിര തിളങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനില്ലാന്നേ പറയും. അങ്ങനെ ഒരു ഭയങ്കര പെർഫോമൻസ് ഒന്നും അവർ കാഴ്ച വെച്ചിട്ടില്ല ഈ വേൾഡ് കപ്പിൽ ഇതുവരെ. പക്ഷെ നമ്മൾ ഇന്നലെ ന്യൂസിലൻഡ് കളി കണ്ടാണ്. പക്ഷെ അവർ ഏറ്റവും നല്ല പെർഫോമൻസ് ആയിട്ട് ഞാൻ കാണുന്നത് ഈ വേൾഡ് കപ്പിൽ 145 എടുത്തിട്ട് ശ്രീലങ്ക 95 ശ്രീലങ്ക, അതും ഒന്ന് ആലോചിച്ച് നോക്കുക. അത് ശ്രീലങ്കൻ പിച്ചിൽ സ്പിന്നറിഞ്ഞാണ് ശ്രീലങ്ക കിട്ടി പണിഞ്ഞത്. അതൊരു ഇംഗ്ലണ്ടിന്റെ ഈ വേൾഡ് കപ്പിൽ ഇതുവരെയുള്ള ഏറ്റവും ഗംഭീര പെർഫോമൻസ് അതാണ്. നേപ്പാളിൻ്റെ അടുത്ത് 4 റണ്ണാണ് ജയിച്ചത്. അപ്പോൾ
അങ്ങനെ ഒരു ഭയങ്കര പെർഫോമൻസ് ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് നിരന്തരം കാഴ്ച വെച്ചിട്ടില്ല. ഇന്ന് അതങ്ങനെ സംഭവിക്കും എന്നുള്ള പേടി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇല്ല, ഒരു ചുമ്മാ ഒരു പ്രഡിക്ഷൻ. നമ്മൾ 97 റണ്ണ് കണ്ടാണല്ലോ, 50 പന്ത് സഞ്ജുവിന് ഒരു മാജിക്കൽ ഇന്നിങ്സ്. സഞ്ജുവിൽ നിന്ന് നമ്മൾ ഇന്ന് എന്ത് പ്രതീക്ഷിക്കണം? ഈ പറഞ്ഞ പോലെ ജോഫ്ര ആർച്ചർ ഒക്കെ ഒരു ഹേർഡിലായിട്ട് തട്ടിക്കളഞ്ഞ് വിൽ ജാക്സനെയും തട്ടിമറിച്ചിട്ടൊക്കെ പോകാൻ പറ്റുമോ? ഭയങ്കര നെഞ്ചെടുപ്പുണ്ട് സഞ്ജുവിന്റെ കളി കാണുമ്പോൾ, സ്വാഭാവികമാണ്. നമ്മൾ ഈ പണ്ട് സച്ചിൻ ബാറ്റ് ചെയ്യുന്ന കണ്ണൊക്കെ പൊത്തിന് ഇങ്ങനെയൊക്കെ വിരലൊക്കെ മാറ്റി നോക്കും, അതേപോലെയാണ് ഇത്. സത്യം പറഞ്ഞാൽ നമ്മൾ ടി വിയിൽ ഇങ്ങനെ പാളി നോക്കും, നേരെ നോക്കാത്തില്ല, അയ്യോ ഇത് സംഭവിക്കുന്നുള്ള പേടിയിലാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നും സെഞ്ചുറി അടിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ആർച്ചറും ഫിൽ സോൾട്ടും വിൽ ജാക്സും ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണല്ലോ. പക്ഷേ എങ്കിലും ഒരു നോട്ടബിൾ കോൺട്രിബ്യൂഷൻ സഞ്ജുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞുകൊണ്ട് ഈ പ്രത്യേകിച്ച് ഈ മാർക്കൂട്ടൊക്കെ എറിയാൻ വരുന്നുണ്ട്. വുഡിൻ്റെ ബോളൊക്കെ കളിക്കാൻ സ്പീഡുണ്ടെങ്കിലുമേ കളിക്കാൻ എനിക്ക് തോന്നുന്നു കുറേ കൂടെയൊക്കെ ആർച്ചറിൻ്റെ ഷോർട്ട് ബോളാണ്. പക്ഷെ വുഡ് അങ്ങനെ ഒരു പേടിപ്പിക്കുന്ന ഒരു പ്ലെയർ ആയിരിക്കില്ല എന്ന് വിശ്വസിക്കാം. പക്ഷെ എന്നാൽ പോലും ഒരു ചരിത്രം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മത്സരം വരെ T20 ലോകകപ്പിൽ 150+ ഇന്ത്യ ചേസ് ചെയ്തിട്ടുള്ളത് 3 വട്ടമാണ്. കഴിഞ്ഞ മത്സരത്തിന് മുമ്പ് വരെ അത് 3 വിരാട് കോഹ്ലിയാണ്. 72, 82 നോട്ട് ഔട്ട്, 82 ഈ 3 മത്സരങ്ങളാണ്. അല്ലാതെ ഒരു 150 മുകളിൽ ഇന്ത്യ ചേസ് ഡൗൺ ചെയ്തത് വെസ്റ്റ് ഇൻഡീസിനെതിരായ കഴിഞ്ഞ മത്സരത്തിലാണ്. അത് താങ്ക്സ് ടു സഞ്ജു സാംസൺ. ഞാൻ പറയുന്നത് അല്ലാത്ത പക്ഷം ഇപ്പോൾ സഞ്ജു തിളങ്ങിയില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം അപ്പുറത്തേക്ക് നിന്ന് കളിക്കാൻ ഇന്ത്യൻ താരങ്ങളില്ല എന്നൊരു വലിയ പ്രശ്നമുണ്ട്. സഞ്ജു നിന്ന് കളിക്കാൻ നമ്മൾ ആരും പ്രതീക്ഷിച്ചല്ല. പക്ഷേ എനിക്കൊന്ന് ആ ഒരു ദിവസം സഞ്ജു എടുത്തൊരു തീരുമാനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാനിത് പറയാൻ കാരണം ഏതാണ്ട് 50 അടിക്കുന്നവരെയൊന്നും നമ്മളൊരു അനാവശ്യമായ ഒരു ഷോട്ട് സഞ്ജു, അതായത് ആദ്യം സംഭവിച്ച ആ ഇൻസൈഡ് എഡ്ജ് ആദ്യം അതല്ലാതെ വേറെ ഒരു മിസ് ഷോട്ട് സഞ്ജുവിൻ്റെ ഭാഗത്തുനിന്ന് ആ കഴിഞ്ഞ കളിയിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. സാധാരണ ഗതിയിൽ അറിയാലോ, ഒരു ഷോർട്ട് ബോൾ കിട്ടുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാലോ സ്ക്വയർ ലെഗിലോ ഡീപ്പ് മിഡ് വിക്കറ്റിലേക്കോ പോകുന്ന ഒരു ബോൾ, അങ്ങനെ ഒരു ഷോട്ടില്ല. അങ്ങനെ ഒരു ഹാഫ് ചാൻസ് എന്ന് പറയാവുന്ന ഒരു ഷോട്ട് പോലും സഞ്ജു കഴിഞ്ഞ കളി കളിച്ചിട്ടില്ല. അതൊരു പക്ക ഇന്നിങ്സ് ആയിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ സന്യാസിമാരൊക്കെ തീരുമാനിച്ച പോലെ വന്ന് അവരുടെ ആ ഒരു ശാന്തതയോടെ സഞ്ജു കളിച്ചൊരു ഇന്നിങ്സ് ആയിരുന്നു. ഇന്ന് വേറെ കളിയാണ്, വേറെ സമ്മർദ്ദമാണ്, വേറെ തരം ബൗളിംഗ് അറ്റാക്കാണ്. അത് തന്നെയാണ്. പക്ഷേ ടോസ് നിർണായകമാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് ഈ ടോസ് കിട്ടുന്ന മറ്റേ ആള് ചേസ് ചെയ്യാൻ തീരുമാനിക്കുക. കാരണം ഈ ഡ്യൂ ഫാക്ടർ എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടായതുകൊണ്ട് ഡ്യൂ ഫാക്ടർ, പക്ഷേ ആ ഡ്യൂ ഫാക്ടറൊക്കെ എഫക്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടുമോ ഇല്ല എന്നുള്ളത് മാത്രമാണ് എൻ്റെ ചോദ്യം. കാരണം ഇന്നലെ ഡ്യൂ ഫാക്ടർ കണ്ടാണ് ഡ്യൂവിന് കളിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല, വന്ന് വീഴാനുള്ള സമയം കിട്ടിയില്ല, കുഴപ്പമില്ല, അല്ലെങ്കിൽ വലിയ പാടായിരിക്കും. ചേസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്, അല്ലാതെ ഒരു സ്കോർ ഡെഫിനറ്റ്ലി ചേസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ ടൂർണമെൻറ്റിൽ ഇതുവരെ ഇംഗ്ലണ്ട് ബാറ്റിംഗ് ടീം ഒരു 160 ആ ഒരു ലെവലിലേക്ക് അപ്പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ളൊരു പ്ലസ് പോയിന്റാണ്. ഞാൻ തിരിച്ചൊരു ചെക്ക് വയ്ക്കാം, അതായത് പോകാൻ തീരുമാനിച്ചാൽ നമ്മൾ തിരിച്ചൊരു ചെക്ക് വയ്ക്കാം. ഇപ്പം വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിൽ എന്നെ വളരെ ഞെട്ടിച്ചൊരു ഡിസിഷൻ സൂര്യകുമാർ യാദവ് ചേസ് ചെയ്യാൻ തീരുമാനിച്ചതാണ്. കാരണം ഞാൻ കരുതിയത് ഇന്ത്യ ഒരു വലിയ ടോട്ടൽ ചേസ് ചെയ്ത് അല്ലെങ്കിൽ പടുത്തുയർത്തി, വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞാൽ മാഡൻ ടീമാണല്ലോ, സ്വാഭാവികമായിട്ടും അവർ തൊട്ടാ 6 ആണ്, അപ്പോൾ അവരെ റെസ്ട്രിക്ട് ചെയ്യുന്നതായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷേ നേരെ വിപരീതമായിരുന്നു സൂര്യയുടെ തീരുമാനം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇൻ കേസ് ഒരു ബാറ്റിംഗ് തീരുമാനിച്ച് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലണ്ട് ആകെ നേപ്പാളിനെതിരെ 184 അടിച്ച് ചോദിച്ചാൽ ബാക്കിയെല്ലാം 160, 165 ഉള്ളിലാണ്. ഇൻ കേസ് ഒരു 190+ സ്കോർ അടിച്ച് സെറ്റിലാവാനുള്ളൊരു തീരുമാനം ഇന്ത്യ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് കുറ്റം പറയാൻ പറ്റുമോ? ഡ്യൂ ഫാക്ടർ ഉണ്ട്, പക്ഷെ അത് മാറ്റി നിർത്തുകയാണെങ്കിൽ ഇല്ല, ഒരിക്കലില്ല. അത് പക്ഷേ ഞാൻ പറയുന്നത് ടോസ് കിട്ടിയാൽ ഒരിക്കലും ബാറ്റിംഗ് തിരഞ്ഞെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ഡെഫിനറ്റാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഈ ചേസിങ് ടീമിൻ്റെ ഒരു പ്രത്യേകിച്ച് വാങ്കഡയിൽ ചേസിങ് ടീമിൻ്റെ ഒരു വിന്നിംഗ് പെർസെൻറ്റേജ് ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ എപ്പോഴും അപ്പർ ഹാൻഡ് എപ്പോഴും ചേസിങ് ടീമിനായിരിക്കും. പക്ഷെ ബാറ്റിംഗ് ആണെങ്കിൽ കിട്ടിയാൽ ഒരു 180+, അത് അത്രയെങ്കിലും ഇല്ലെങ്കിൽ നമുക്കൊരു ധൈര്യമായിട്ട് ഇംഗ്ലണ്ടിനെ പന്തറിയാൻ പറ്റത്തില്ല. കാരണം ഇന്നലത്തെ അവസ്ഥ അറിയാമല്ലോ. ഇന്നലത്തെ കളിയെ പറ്റി ഓർക്കുമ്പോഴാണ് നമുക്ക് അതും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണ് സൗത്ത് ആഫ്രിക്കയെ ചോക്കേഴ്സ് എന്ന് വിളിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഇന്നലെ മാർക്രമിൻ്റെ ടീം മറുപടി പറഞ്ഞ പോലെ ആയിരുന്നു. എനിക്ക് സാൻഡറിൻ്റെ മുഖഭാവം ഇഷ്ടപ്പെട്ടു. പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പോലും കളി ജയിച്ച അടുത്ത കളി ഫൈനൽ, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഈ നമ്മുടെ ഫിന്നലൻ മറ്റേ എക്സൈറ്റ്മെന്റ് കൊണ്ട് ബാറ്റൊക്കെ പൊക്കുമ്പോഴും സാൻഡർ ഇങ്ങനെ വെറുതെ ഇരിക്കുക.
ഐതിഹാസിക ജയമാണ് സംഭവിച്ചോ എന്നുള്ള എനിക്കൊന്ന് ആ പുള്ളി കിളി പറഞ്ഞാന്ന് തോന്നുന്നത് കണ്ടിട്ട് ഇന്നത് സംഭവിച്ചെന്നറിയാതെ. പക്ഷേ പേടിക്കണം ന്യൂസിലൻഡ്. ഒന്ന് ഈ ഏറ്റവും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ടീമാണല്ലോ അണ്ടർഡോഗ്സ് ആണ്, അൾട്ടിമേറ്റ്ലി അണ്ടർഡോഗ്സ് ആണ്. ഇപ്പോൾ നമ്മൾ ഇവന്മാർ നടക്കൂലെന്ന് വിചാരിച്ചാലും അവന്മാർ ചിരിച്ചോണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ട്. ആരാണ് കെയ്ൻ വില്യംസിന്റെ ചിരിയായിരുന്നു, ഇപ്പൊ സാൻഡറിന്റെ ചിരിയാ പേടിക്കുന്നുണ്ട്. നമുക്കെന്താ എന്തൊരു ടീമാണ്. ആ ഗ്ലെൻ ഫിലിപ്സ് ഒക്കെ ഉണ്ടല്ലേ, പ്രാന്താണെന്ന് ഇതിലെ കൂടെ പോടെ ബാളൊക്കെ കൊണ്ട് പിടിച്ചെടുക്കുന്നത്. അസാധ്യമായ മറ്റേ എന്താണ് ഒരു വേറെ തരത്തിലൊരു ഭയങ്കര ടീം സ്പിരിറ്റുള്ളൊരു ഭയങ്കര സ്പിരിറ്റ് കാണിക്കുന്ന, ക്രിക്കറ്റിനോട് വരെ ഭയങ്കര സ്പിരിറ്റ് കാണിക്കുന്ന ടീമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ആരാണ് എപ്പോഴാണ് കളിക്കുന്നത് പറയാൻ പറ്റത്തില്ല. എപ്പോഴും അവർക്ക് ഒരു പ്ലെയർ ഉണ്ടാവുക. ഇന്നലെ ഇവന്മാർ രണ്ടുകൂടെ ബാറ്റി ഇറങ്ങിയിട്ട് കാണിച്ചതുപോലെ ആരെങ്കിലുമൊക്കെ അവിടെ ഫോം ആവും എന്നുള്ളതാണ്. ഇന്ന് ഈ കളി തുടങ്ങിയിട്ട് ഇത്രയും കാലമായിട്ടും സാറ്റ്നറും ബോളിങ് വരുന്ന ബോൾ ഏതാണെന്ന് നമുക്ക് ഇതിനെ വേണ്ടിയിട്ടില്ലല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നു സാൻഡറിന് ഇന്നലത്തെ പന്ത് ബോൾ ചെയ്ത് ടൈറ്റ് ആയതുകൊണ്ടാണ് രച്ചിൻ രവീന്ദ്രയ്ക്ക് ഇന്നലെ വിക്കറ്റ് കിട്ടിയെന്നാണ് രവീന്ദ്ര ഉൾപ്പെടെ പറഞ്ഞത്. അത് ഭയങ്കര കറക്റ്റ് ആയിട്ടൊരു അനാലിസിസ് പോലെ ഫീൽ ചെയ്ത്. അതും അപ്പോൾ അതുകൊണ്ട് ന്യൂസിലൻഡിനെ ഭയക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരത്തിൽ പറഞ്ഞ പോലെ തന്നെ വളരെ ഒരു എന്താ പറയുക, ഫിൽ സോൾട്ട്, ജോസ് ബട്ട്ലർ അടങ്ങുന്ന ബാറ്റിംഗ് യൂണിറ്റ് ഇംഗ്ലണ്ടിന് തിളങ്ങിയിട്ടില്ലെങ്കിൽ ബിഗ് മാച്ചസിൽ തിളങ്ങാൻ കഴിയുന്ന കെൽപ്പുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് തന്നെയാണ് ബട്ട്ലറും ഫിൽ സോൾട്ടും ഒക്കെ. അവർ തിളങ്ങുമോ ഇല്ലോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യക്ക് കഴിഞ്ഞ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഉള്ള ആ ജയത്തിൻ്റെ മൊമെൻറ്റവുമായിട്ട് വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇറങ്ങുമ്പോഴേക്കും വളരെ ഒരു ക്രാക്കർ ചാക്കർ കോൺടെസ്റ്റ് ഇന്ന് 7 മണിക്ക് വാങ്കഡയിൽ പ്രതീക്ഷിക്കാം. ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ ന്യൂസിലൻഡിനെതിരെ ഫൈനൽ ഇന്ന് 8-ാം തീയതി രാത്രി 7 മണിക്ക് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലും കാണാം. ഏതായാലും വലിയ പ്രതീക്ഷകളോടെ തന്നെയാണ് ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ആരാധകരും വാങ്കഡെ സ്റ്റേഡിയത്തിൽ നിൽക്കുന്നത്. ഒരു മികച്ച മത്സരം കാണുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.